ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ഡ്രീം പാരീസ് പിക്ചേഴ്സിന്റെ ബാനറിൽ SR പ്രകാശ് ബാബുവും SR പ്രഭുവും ചേർന്ന് നിർമ്മിക്കുന്ന RJ ബാലാജി സംവിധാനം ചെയ്ത് പ്രധാന വേഷത്തിലായി നടിപ്പിൻ നായകൻ സൂര്യയും തൃഷ കൃഷ്ണനും എത്തുന്ന പുതിയ ഒരു തമിഴ് ചലച്ചിത്രമാണ് കറുപ്പ്. സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ദ ഹോട്ടസ്റ്റ് ടോക്ക് ഓഫ് ദ ടൗൺ സായ അഭയങ്കറാണ്. പുള്ളി തന്നെയാണ് പാട്ടും പാടിയിരിക്കുന്നത്. പാട്ടിന്റെ പേര് വരുന്നത് ഗോഡ് മോഡ് എന്നാണ്. ലിറിക്സ് പെൻഡ് ബൈ വിഷ്ണു എടവൻ. ലിയോലെ ബാഡാസ്, ദേവരാല ഫിയർ സോങ് ഒക്കെ എഴുതിയതും വിഷ്ണു എടവനാണ്. ആൻഡ് ഈ സിനിമയുടെ DOP ചെയ്തിരിക്കുന്നത് GK വിഷ്ണു ആണ്. സോ ആ ഗോഡ് മോഡിന്റെ സോങ് ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന. വാ. ഡ്രീം വാരിയർ പിക്ചേഴ്സ്. സൂര്യ കറുപ്പ് ആദ്യം. ആക്ച്വലി മുന്നേ കേട്ടൊരു വദന്തിയാണ്. എന്ന് വെച്ചാൽ സായബേങ്കറിന്റെ പാടുമ്പോൾ ലിറിക്സ് ഒന്നും അത്ര പെട്ടെന്നൊന്നും കേൾക്കുന്നില്ല എന്നുള്ളത്. എനിക്കും സംടൈംസ് അത് ഫെൽറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ കുറച്ച് പ്രാവശ്യമൊക്കെ കേട്ട് വരുമ്പോഴേ ആ ലിറിക്സ് ഒന്ന് കറക്റ്റ് ആവുന്നുണ്ട്. അതിപ്പോഴും ഈ തുടക്കത്തിൽ നിങ്ങൾ കേട്ടപ്പം എനിക്കങ്ങനെ ഫീൽ ചെയ്തു. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തൊന്നും എനിക്കറിയില്ല. പെട്ടെന്ന് ഇങ്ങനെ അത് ചിലപ്പോൾ നിങ്ങൾ പറയായിരിക്കും പാട്ട് അങ്ങനെ ആയിരിക്കും. പക്ഷെ എന്നാലും ലിറിക്സ് കേൾക്കുമ്പം കേൾക്കാൻ പറ്റുന്നില്ല അതെന്ത് ലിറിക്കാണെന്ന്. സൂര്യയുടെ ബ്ലാക്ക് ഷർട്ടും സ്മൈലും ഒക്കെ സെറ്റാണ്, സൂപ്പറാണ്. എനിക്ക് തോന്നുന്നു RJ ബാലാജി തമിഴ് ഓഡിയൻസിന് പിടിക്കാനുള്ള വജ്രായുധം കൊണ്ടാണ് വരുന്നത്. കറുപ്പ് ഗോഡാണ് ആൻഡ് പാട്ടിന്റെ പേരും ഗോഡ് മോഡാണ്. ആൻഡ് പാട്ട് ലിറിക്സും കാര്യങ്ങളും എല്ലാം ഗോഡ് ടൈപ്പാണ്. എങ്ക കറുപ്പ് സാമി ഭൂമി ഇതൊക്കെ അവിടെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ്. അവിടെ എന്തായാലും അത് വർക്ക്ഔട്ട് ആവും. അപ്പോൾ ആ ഒരു ട്രിക്കിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓ ആ ഫുൾ കറുപ്പ് തന്നെ. ഞാൻ മുന്നേ പറഞ്ഞില്ല, ഇത് പടത്തിന്റെ പേരും കറുപ്പാണ്, സോങ്ങും ഫുൾ എല്ലാരും കറുപ്പാണ്. ഇത് നേരത്തെ ഉള്ളതാണ്. ഇതിൽ മിക്കവാറും കുറെ ഈ ഗോഡ് ഡയലോഗ്സും കാര്യങ്ങളും അതുമായിട്ടുള്ള ഒരു ആയിട്ട് കണക്ട് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ എന്തായാലും കാണും സിനിമയിൽ. എടുത്ത കഥയുമാണ്.
ലാസ്റ്റുള്ള കണ്ണുങ്ങളെ ചെല്ലുങ്ങളെ ഫാൻസിനുള്ളതാണ് കേട്ടോ, അത് തെറ്റായിരിക്കും. A feast to by team RJB. കറുപ്പ്. ഗൈസ്, എനിക്ക് പാട്ട് ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കാം ഒരു ആവറേജ് ഫീൽ ആണ് തോന്നിയത്. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, പാട്ടിൻ്റെ ലിറിക്സൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ വളരെ കൃത്യമായിട്ടൊന്നും മനസ്സിലാകുന്നില്ല. ആൻഡ് ആ പാട്ടെന്ന ആ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല ലിറിക്സ് എന്താണെന്ന്. പിന്നെ ഉള്ളത് വിഷ്വൽസ് ഒക്കെ അടിപൊളിയാണ്. GK വിഷ്ണുവും കൂടെ ആയതുകൊണ്ട് നല്ല പക്ക ഒരു ക്വാളിറ്റി ആയിട്ട് വിഷ്ണു എപ്പോഴും അഡ്ലീഡോടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഇവിടെയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വിഷ്ണു. ആൻഡ് അതൊക്കെ കൊള്ളാം, DOP കാര്യങ്ങളൊക്കെ. ആൻഡ് എഡിറ്റിംഗ് ചെയ്ത കലൈവാനനാണ്. ആൻഡ് ഇനിയും പാട്ടുകളൊക്കെ വരാനുണ്ട്, മ്യൂസിക്കും വരാറുണ്ട്. അപ്പോൾ എല്ലാം നോക്കാം. ആൻഡ് ഇതെങ്കിലും സൂര്യയ്ക്ക് ഒരു വഴിത്തിരിവാവണം, അല്ലെങ്കിൽ ഒരു ബിഗ്ഗസ്റ്റ് ബ്രേക്ക് ത്രൂ ആവണം. കാരണം നിങ്ങൾക്കറിയാമല്ലോ, തിയേറ്റർ റണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ ഇഷ്യൂ ഒക്കെ കുറേ നാളുകളായി, അല്ല കുറേ വർഷങ്ങളായി. അപ്പം ഈ സിനിമയിലെങ്കിലും നമുക്ക് തിരിച്ചു പിടിക്കണം, സൂര്യ ഒരു തിരിച്ചു വരവ് വരണം. ആൻഡ് അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ സ്റ്റോറിയായിട്ട് ആ പ്ലോട്ടിലായിട്ട് തമിഴ്നാട്ടിൽ ആ ഒരു ഇമ്പാക്റ്റ് കൂടുതൽ വരാൻ സാധ്യതയുണ്ട് രക്ഷപ്പെടാനായിട്ട്. കാരണം ആ സിനിമയുടെ പ്ലോട്ട് അങ്ങനെയാണ് വരുന്നത്, ഒരു ഗോഡ്, സെമി ഗോഡ്, അങ്ങനെ കറുപ്പ്. അപ്പോൾ എനിക്ക് അതുമായിട്ടുള്ളൊരു സീൻസും റെഫറൻസും ഒക്കെ സിനിമയിൽ ഒരുപാട് വരും. അതൊക്കെ അവിടെ ഒരുപാട് കണക്റ്റ് ആവും. ബട്ട് കേരള ഓഡിയൻസിൽ അത് എത്രമാത്രം കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ആൻഡ് കണ്ടറിയാം. എന്തായാലും പടം ഒരു നല്ലൊരു വിജയം തന്നെ നേടണം. കാരണം സൂര്യക്ക് ഇതൊരു തിരിച്ചുവരവായിരിക്കണം, ഇല്ലെങ്കിൽ കാരണം വീണ്ടും കഷ്ടപ്പെടേണ്ടി വരും. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ടു സൂര്യ ആൻഡ് RJB ടീം. ഒരു നല്ല സമയം പണിക്കൊടുങ്ങേ.